ഹായ്, ഞാൻ പഠിച്ചേ ഫുട്ബോൾ കളി പഠിച്ചേ. ഹായ്, ഞാൻ ഫുട്ബോൾ കളി പഠിച്ചേ. എന്നാ തോന്നുന്നത്. ഫ്രീ കിക്ക് കിട്ടിയത് തന്നെ. ചേട്ടാ, ഒരു പയ്യനെ കണ്ടോ? ഒരു കുരുത്തം കെട്ട പയ്യനെ. ഞാൻ കാണിച്ചു തരാമടാ കുരുത്തം കെട്ടോമാരെ. ഗോളായി, പെനാൽറ്റി ഗോളായി. ഗോളായി, പെനാൽറ്റി ഗോളായി. അയ്യോ ചേട്ടാ, കല്ലെറിഞ്ഞത് ഞങ്ങളല്ല, ദാ ആ കുരുത്തം കെട്ടവനാ. മൈ ഗോഡ്. അയ്യോ, തള്ളയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. ഇവിടെ നിന്നാ പ്രശ്നമാ, നമുക്ക് വലിയ. വല്യമ്മ എന്നോട് ക്ഷമിക്കണം. അവൻ നീ എങ്ങനെ ഇവിടെ എത്തി? സെൽഫ് ഗോൾ. ഇത് വലിയ കഷ്ടം തന്നെ അച്ഛ. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ. എന്റെ വിഷമം ഈ ജന്മം തീരൂല. എടാ, മുതിർന്നു കഴിയുമ്പോ വിഷമം തോന്നാതിരിക്കാനാ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിലും പഠിക്കുക എന്നത് ഒരു വിഷമമാണോടാ? എന്റെ വിഷമം ഇങ്ങനെ ഒരു അച്ഛനുണ്ടായി പോയതില്ല. മോനെ ടിൻഡുക്കുട്ട, അച്ഛൻ ഒരു 2 വരി ചൊല്ലാം. മോൻ അതിന്റെ അർത്ഥം പറയണം. വിളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിവാലും കൊണ്ടുള്ള വരവാണെന്ന്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള വല്ലതുമാണെങ്കിൽ ചൊല്ലിയാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം വേസ്റ്റ് ആകരുത്. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. അർത്ഥം പറയൂ. അച്ഛാ, ഒന്നുകൂടി ചൊല്ലൂ. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. ആവശ്യമില്ലാത്തൊരു നൃ. അച്ഛാ, ആ നൃ ഒഴിവാക്കി തന്നാൽ അർത്ഥം ഞാൻ പറയാം. അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവൂ. ശരി, നൃ ഒഴിവാക്കിയിരിക്കുന്നു. അർത്ഥം പറയൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇതാ അർത്ഥം കേട്ടോളൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇവൻ ഈ ജന്മം ശരിയാവുമെന്ന് തോന്നുന്നില്ല ദൈവമേ. അച്ഛാ, ഞാനിന്ന് 2 ഈച്ചയെ കൊന്നു. ഒരാണും ഒരു പെണ്ണും. അതെങ്ങനെ? ഈച്ച ആണാണോ പെണ്ണാണോ എന്ന് നിനക്കെങ്ങനെ അറിയാം? അടുക്കളയിൽ നിന്ന് കൊന്നത് പെണ്ണ്. ശരി, അടുക്കളയിൽ പെണ്ണുങ്ങളാണല്ലോ ഉണ്ടാവാറ്. അല്ല, ഒരു സംശയം. ഇനി നീ അമ്മയെ തന്നെയാണോടാ തട്ടിയത്? ഒന്ന് പോ അച്ഛാ. ഇത്രയും തണ്ടും തടിയുള്ള അച്ഛന് കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത്? നീ കാര്യം പറ. പെണ്ണീച്ചയെ അടുക്കളയിൽ നിന്ന്, ആണീച്ചയെ എവിടെന്നാ കൊന്നത്? വേലക്കാരിയുടെ മുറിന്ന്. അച്ഛൻ എന്തായാലും ഞെട്ടൽ. ഞെട്ടിയോ? ഞാനോ? ചുമ്മാ ഓരോ കള്ളവും പറഞ്ഞിരിക്കാതെ പഠിക്കാൻ നോക്കടാ. എന്താ അച്ഛനും മോനും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണോ പഠിക്കുന്നത്? ഇവനാള് തീരെ ശരിയില്ല. നാവെടുത്ത കള്ളമേ പറയൂ. എടാ, നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല, അറിയാമോ? പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത്? എടാ, നീ ആ വേലായുധന്റെ മകന്റെ വയറ്റ് തരിച്ചോ? അയാള് പരാതി പറഞ്ഞല്ലോ. എടാ, എന്തിനാടാ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്? ആ നശിച്ചവൻ കാരണം പൊറുതി ഇല്ലല്ലോ ദൈവമേ. സത്യമായിട്ട് ഞാൻ പുറത്തടിക്കാനാ നോക്കിയത്. അവൻ തിരിഞ്ഞു കളഞ്ഞേന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ചീത്തപ്പേര് എനിക്കും. എടാ, നീ പഠിച്ച് വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ? എടാ, നീ എന്നെ കണ്ട് പഠിക്ക്. എന്താടാ ഇരിക്കുന്നത്? തമാശ കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. അടുത്ത ആഴ്ച മുതല് നിന്നെ ട്യൂഷന് ചേർക്കാൻ പോവുക. ഓ, അതുകൊണ്ടൊന്നൊരു പ്രയോജനമില്ല. അമ്മേ, അച്ഛൻ പണ്ട് ട്യൂഷന് പോയിരുന്നോ? പിന്നില്ലാതെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രയോജനമില്ല. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഒന്ന് പോയി നോക്കിയിട്ട് വാടാ.
ആരാടാ? എന്താ കാര്യം? പുറത്തൊരു തടിയൻ വന്ന് നിൽക്കുന്നു. അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ. പേര് പറഞ്ഞോ? ഇല്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാശ് കൊടുക്കുന്നതാ നല്ലത്. അയ്യോ, ആ പൊങ്ങച്ചക്കാരൻ ദീപു അല്ലേ നിൽക്കുന്നത്? ഇന്ന് പെട്ടത് തന്നെ. എടാ ടിൻറ്റു, നിന്റെ തലക്കിതെന്ത് പറ്റി? ഒരു ചുറ്റിക വീണതാടാ ദീപു. ആരുടേന്നും കയ്യിന്ന് തെറിച്ചു വീണതായിരിക്കും അല്ലേ? മറ്റാരുടെയും കയ്യിന്നല്ല, എന്റെ കയ്യിൽ തന്നെ തലയിൽ ചുറ്റിക വീണത്. അതെങ്ങനെയാണടാ ടിൻറ്റു? നീ ചുറ്റിക മുകളിലോട്ട് എറിഞ്ഞു കളിച്ചോ? ഏയ്, ഞാനൊരു ആണി അടിച്ചപ്പോ എന്റെ തലയിൽ ചുറ്റിക വീണു. അയ്യോ അയ്യോ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല ടിൻറ്റു. തൽക്കാലം നീ അത്രയും മനസ്സിലാക്കിയാ മതി. ഞാൻ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട് ദീപു. അവിടെ നിൽക്ക് ടിൻറ്റു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വരാ, കുഴഞ്ഞു. എന്നെ വധിച്ചത് തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ. കട്ടിലിൽ ഇടിച്ചതായിരിക്കും. കട്ടിലിലോ? അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ. തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ? അല്ല, നിന്റെ തലയില് ധാരാളം ബുദ്ധിയുള്ളത് കൊണ്ട് ഇടിക്ക് നല്ല വെയിറ്റ് കാണൂലോ എന്നോർത്ത് ചോദിച്ചതാ. അല്ല, എന്നിട്ട് തലയിൽ മുറിവ് കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്നല്ലേ പറഞ്ഞത്? അത് അച്ഛന്റെ ബാഗിൽ 10,000 രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു. അത് പുരട്ടിയപ്പോ ഉണങ്ങിപ്പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ പോട്ടെ. എടാ, മറ്റൊരു കാര്യം പറയാനുണ്ട്. ദുബായ് കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനാണെന്നല്ലേ? അത് നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അതല്ല ടിൻറ്റു. ഓ, നിന്റെ അച്ഛന് 13 കപ്പലുണ്ടെന്ന കാര്യം അതും പറഞ്ഞതാ. അതൊന്നും അല്ല, ഇതൊരു സഹായത്തിനാ. അതെ, എന്റെ പേഴ്സിൽ ഒരു 4,000 രൂപ കാണും. പക്ഷെ എടുക്കാൻ മറന്നു. നീ ഒരു 10 രൂപ കടം തരണം. രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. പേടിക്കണ്ട, ഞാനിത് കേട്ടിട്ടേ ഇല്ലെന്ന് കരുതിക്കോളാം. അതെ, എനിക്ക് തലവേദനിക്കുന്നു. പോട്ടെ. എന്നിട്ട് തല മുറിഞ്ഞതെങ്ങനെ നീ പറഞ്ഞില്ലല്ലോ? വല്ല സൈക്കിൾ പിടിച്ചതാവും, അല്ലെങ്കിൽ റോഡിൽ വീണ് കാണും. അമ്പടാ, എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ. അതെ, എന്റെ വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ഞാനൊരു ആണി അടിച്ചതാടാ. പക്ഷെ ചുറ്റിക്ക് താഴേക്ക് വീണു പോയി. ഒരുപാട് നിലയുള്ള വീടാണേ. വൈകിട്ട് കടയിൽ പോവാൻ പുറത്തിറങ്ങിയപ്പോ കൃത്യം എന്റെ തലയിൽ തന്നെ വീണു. ഇത്രയും വലിയ വീടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നം നോക്കണേ. എന്താ മോനെ കരയുന്നത്? എന്നെ ടീച്ചർ തല്ലി. ഓ, ഇങ്ങനെ കരയുന്നത് കണ്ടാ തോന്നും നിനക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല ആദ്യമായിട്ടാ കിട്ടുന്നതെന്ന്. ഇന്ന് ടീച്ചർ എന്നെ കൊറേ തല്ലി. ഓ, നിന്റെ ഒടുക്കത്തെ കുരുത്തക്കേടല്ലേ? അപ്പൊ തല്ലു കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഷോ, നീ അവന് വെറുതെ വഴക്ക് പറയാതെ. അവൻ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ല. അവൻ കൊച്ചുകുട്ടിയല്ലേ. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എന്നിട്ടും ആ ബിന്ദു ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ജന്തു. എത്ര തല്ല് കിട്ടി? അത് കൃത്യമായി അറിയില്ല. അറിയില്ലെന്നോ? അതെന്താടാ, നിനക്ക് എണ്ണാൻ അറിയില്ലേ? എണ്ണ അറിയാത്തോണ്ടാ എനിക്ക് തല്ല് കിട്ടിയത്. അത് കഴിഞ്ഞ് ഉഷ ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല അച്ഛാ, എന്നിട്ടും ആ ഉഷ ടീച്ചർ എന്നെ തല്ലി. ഒന്നും മിണ്ടാതിരുന്നിട്ടും തല്ലുകയോ? എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ. അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട. ടീച്ചർ ഇതുപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാ എനിക്ക് തല്ല് കിട്ടിയത്. ആ, ശരി ശരി, ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളാണ് ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതൊന്നുമില്ല. അവൻ നല്ല കുട്ടിയാ, അല്ലേടാ കുട്ടാ? ചേട്ടാ, ആകെ പ്രശ്നമായി. എന്താ എന്താ ബാബു കാര്യം? അയ്യോ ചേട്ടാ, നമ്മുടെ ടിൻറ്റുമോനില്ലേ, അവൻ എറിഞ്ഞൊരു കല്ല് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവിന്റെ തലയ്ക്ക് കൊണ്ടു. ചിഞ്ചുവിനെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വരുന്ന വഴിയാ. കേട്ടില്ലേ നിങ്ങളുടെ പുന്നാരമോന്റെ സൽപ്രവൃത്തി? അതവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ടിൻറ്റോ, ഒന്നിങ്ങ് വന്നേ. നീ ആ ചിഞ്ചുവിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞോ? ഇല്ല അച്ഛാ, ഞാൻ സത്യമായിട്ടും എറിഞ്ഞില്ല. പിന്നെ ബാബുവേട്ടൻ പറഞ്ഞല്ലോ നീ ചിഞ്ചുവിനെ കല്ലെറിയുന്നത് കണ്ടെന്ന്. അയ്യോ അച്ഛാ, ഞാൻ സത്യമായിട്ടും ചിഞ്ചുവിനെ എറിഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ,
അവൻ വല്ല മാങ്ങയ്ക്ക് മുറിഞ്ഞതായിരിക്കും. ഹേയ് മാങ്ങിക്കൊന്നുമല്ല, ഞാൻ എന്റെ ക്ലാസ് ടീച്ചറുടെ തലയ്ക്ക് ഉന്നം വെച്ച് എറിഞ്ഞതാ, അത് മാറിക്കൊണ്ടതാ.